നാടൻ ഫയൽസിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് പത്രത്തിൽ ഒരു വാർത്തയുണ്ട്. ഒരു ദമ്പതികളുടെ ആത്മഹത്യാ വാർത്ത. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യകൾ പുത്തരിയല്ല. പല തട്ടിലുള്ള ആളുകൾ ആത്മഹത്യ ചെയ്യാറുണ്ട്. കുടുംബിനികൾ, ദമ്പതികൾ, കാമുകന്മാർ, വൃദ്ധന്മാർ, പരീക്ഷയിൽ തോറ്റ നൈരാശ്യത്തിൽ ആത്മഹത്യ ചെയ്യുന്ന വിദ്യാർത്ഥികൾ തുടങ്ങിയവരൊക്കെ നമ്മുടെ വാർത്തകളിൽ വരാറുണ്ട്. പക്ഷേ ഈരാറ്റുപേട്ടയിലെ ഈ ദമ്പതികളുടെ മരണം, ആത്മഹത്യ അത്തരം ഗണത്തിൽ പെട്ടതല്ല. ഇത് ബ്ലേഡ് മാഫിയയുടെ ഭീഷണിയെ തുടർന്നാണ് ഇവർ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൽ ബ്ലേഡ് മാഫിയ വളരെ ശക്തമാണ്. വളരെ ശക്തം എന്ന് പറഞ്ഞാൽ വളരെ ശക്തമാണ് അവരുടെ നെറ്റ്വർക്ക്. ഓരോ നാട്ടിലും ബ്ലേഡ് മാഫിയ നിർബാധം വിഹരിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ നാട്ടിലുമുണ്ട് ഇത്തരക്കാർ. പണം പെട്ടെന്ന് ലഭിക്കും എന്ന കാര്യത്തിലാണ് ഇവരെ നമ്മൾ സമീപിക്കുന്നത്. അതുമാത്രമല്ല, അടിയന്തര ഘട്ടങ്ങളിൽ മറ്റെവിടെ നിന്നും പൈസ കിട്ടാത്ത അവസ്ഥയിൽ പിന്നെ ആകെയുള്ള ശരണം ബ്ലേഡുകാരെ സമീപിക്കുക എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് മിക്ക ആളുകളും ബ്ലേഡിനെ ആശ്രയിക്കുന്നത്. പക്ഷേ അവസാനം അത് നഷ്ടക്കച്ചവടത്തിലാണ് അവസാനിക്കുക എന്നതാണ് സത്യം. ചിലർ ആത്മഹത്യ ചെയ്യുന്നു, ചിലരുടെ വസ്തുവകകൾ നഷ്ടപ്പെടുന്നു, ചിലർ നാണം കെട്ട് ആകെ അവശരാകുന്നു. അങ്ങനെ പോകുന്നു പല കേസുകളും. ബ്ലേഡ് മാഫിയക്കെതിരെ നമ്മുടെ സർക്കാർ ഓപ്പറേഷൻ കുബേർ എന്ന ഒരു ഡ്രൈവ് നടത്തിയിരുന്നു. ഒരുപാട് കണ്ണികളെ അന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ഡ്രൈവ് താൽക്കാലികമായിരുന്നു. പിന്നീട് അത് നിലച്ചു പോവുകയാണ് ഉണ്ടായത്. അത്തരം നടപടികൾ ഉണ്ട് എങ്കിൽ ബ്ലേഡ് മാഫിയ ഇങ്ങനെ തലപൊന്തിക്കുമായിരുന്നില്ല എന്നാണ് പറയാനുള്ളത്. ഈരാറ്റുപേട്ടയിലെ രശ്മി, വിഷ്ണു ദമ്പതികൾ ആത്മഹത്യ ചെയ്തത് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ്. ബ്ലേഡ് മാഫിയ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്തത്. ആർക്കാണ് സഹിക്കാനാവുക? അവർ ബ്ലേഡിൽ നിന്ന് പണമെടുത്തിരുന്നു. യഥാസമയം തിരിച്ചടക്കാൻ കഴിയാതെ വരികയും പലിശമേൽ പലിശയുമായി അത് കുന്നുകൂടുകയും ചെയ്തപ്പോഴാണ് ബ്ലേഡ് മാഫിയ അവരെ ഭീഷണിപ്പെടുത്തുകയും താക്കീത് ചെയ്യുകയും ചെയ്തത്. പണം ആവശ്യപ്പെട്ട് ഒരു നിശ്ചിത ദിവസം അവർക്ക് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അവർക്കത് ആ ദിവസത്തിൽ പലിശയും പണവും കൊടുക്കാൻ സാധിക്കാതെ വരികയാണ് ഉണ്ടായത്. മാത്രമല്ല, അതിനെ തുടർന്ന് അവർ ഭീഷണിപ്പെടുത്തി, വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തി. മരിക്കുന്നതിന് 2 ദിവസം മുമ്പാണ് ഈ മാഫിയക്കാർ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയത്. അത് അവരെ മാനസികമായി വല്ലാതെ തളർത്തി. ഇനി എങ്ങനെയാണ് നാട്ടുകാരുടെ മുഖത്ത് നോക്കുക എന്നതായിരുന്നു അവരുടെ പ്രശ്നം. ആകെ നാണം കെട്ട്, മാനം കെട്ട് ഇനി ജീവിക്കാൻ പറ്റില്ല എന്ന അവസ്ഥ വന്നപ്പോഴാണ് അവർ ആത്മഹത്യ ചെയ്തത്. അവർ അത്യാവശ്യം സാമ്പത്തിക വരുമാനമുള്ള കുടുംബങ്ങളായിരുന്നു അവർ. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നേഴ്സായിരുന്നു. അദ്ദേഹമാകട്ടെ ഒരു കരാർ പണിക്കാരനുമാണ്. അപ്പോൾ അത്യാവശ്യം വരുമാനം ആ കുടുംബത്തിന് ഉണ്ടായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. പക്ഷെ എന്തു ചെയ്യാം, അവരും ബ്ലഡ് മാഫിയയിൽപ്പെട്ടു. ഓപ്പറേഷൻ കുബേർ പോലത്തെ സംഗതികൾ ഇനിയും ഇവിടെ നടക്കേണ്ടതുണ്ട്. അത്തരം ഡ്രൈവുകളുടെ അഭാവമാണ് ബ്ലേഡ് മാഫിയ ഇങ്ങനെ തലപൊന്തിക്കാനും മൂക്കുപൊന്തിക്കാനുമുള്ള കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിനെതിരെ ശക്തമായ ബോധവൽക്കരണവും നടപടികളും ആവശ്യമാണ്.